بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه والتابعين. أما بعد. ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നോമ്പും മറ്റെല്ലാ സുഹൃതങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ സകലമാന മഹത്വങ്ങളും പോരിഷകളും നേടിയെടുത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ കൂട്ടുമാറാവട്ടെ. സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിൽ നമ്മൾ പലപ്പോഴും പിന്നോട്ട് തന്നെയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ മലയാളികൾ. മറ്റുള്ള ആരെ എടുത്തു നോക്കിയാലും സുന്നത്ത് നിർവഹിക്കാറുണ്ട്, സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നതായി കാണാം. നമ്മൾ പക്ഷേ അതിൽ വളരെ പിന്നിലാണ്. പലരും ഫർദ് മാത്രം നിസ്കരിച്ച് പിന്തിരിഞ്ഞു പോകുന്നവരാണ്. അങ്ങനെയല്ല, സുന്നത്തായ നിസ്കാരവും നിർവഹിക്കണം. ഫർദിന്റെ മുന്നെയും പിന്നെയും ചെയ്യേണ്ട സുന്നത്തായ നിസ്കാരങ്ങൾ ഏറെ പ്രധാനപ്പെട്ടവയാണത്. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ വേറെയുമുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഉത്തമമായതുമാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരം നിർബന്ധമാണ് എന്ന അഭിപ്രായമുണ്ട്. ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു വിത്ർ ഒഴിവാക്കരുത്, അത് നിർബന്ധമായതാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബുകാരെ നമുക്ക് കാണാം, അവർ വിത്ർ നിസ്കരിക്കാതെ കിടന്നുറങ്ങുകയില്ല. വിത്ർ ഏറെ ബഹുമതിയുള്ള നിസ്കാരമാണ്. അള്ളാഹുവിനും അവന്റെ റസൂലിനും വളരെ ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് വിത്ർ നിസ്കാരം നിർവഹിക്കുക എന്നത്. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ അമറക്കും ബിസ്സലാത്തിൻ, നിശ്ചയമായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോട് ഒരു നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നുണ്ട്. ഹിയ ഖൈറുൽ ലക്കും മിൻ ഹുമുരിൻ നഅം, അത് ഈ ദുനിയാവ് സമ്പാദിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കർമ്മമാണത്, ആ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. ഖുല്ല, സഹാബത്ത് പറയുകയാണ്, ഖുല്ല, ഞങ്ങൾ ചോദിച്ചു, മാ ഹിയ യാ റസൂലല്ലാഹ്, ഇത്രയും മഹത്വമേറിയ ആ നിസ്കാരം ഏതാണ് എന്ന്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ വിത്രു, അത് വിത്ർ നിസ്കാരാണ്. മാ ബൈന സലാത്തിൽ ഇശാഇ ഇലാ തുലൂഇൽ ഫജ്രി, ഇശാക്ക് ശേഷം അതിന്റെ സമയമാകും. ഫജ്ർ നിസ്കാരത്തിന്റെ ടൈം ആകുവോളം അതിന്റെ സമയം നീണ്ടു നിൽക്കുന്നതാണ്. ഇശാ നിസ്കരിച്ച ശേഷം സുബഹിക്ക് മുമ്പായി നിർവഹിക്കേണ്ട നിസ്കാരമാണ് വിത്ർ. അത് ഈ ദുനിയാവ് സമ്പാദിക്കുന്നതിനേക്കാളും, ദുനിയാവ് മുഴുവനും സമ്പാദിക്കുന്നതിനേക്കാളും ഉത്തമമായതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മഹത്വമായി പറയുന്നു. അപ്പൊ ഈ ഹദീസിൽ നിന്ന് അതിന്റെ പോരിശ, അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രതിഫലം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിങ്കൽ ഏറ്റവും നല്ല ഒരു ആരാധനയായി അവൻ പരിഗണിക്കുന്നത്, വലിയ പദവി ലഭിക്കുന്നതുമാണ്, അള്ളാഹുവിങ്കൽ ഏറ്റവും വലിയ പദവി ലഭിക്കുന്നതുമാണ് വിത്ർ നിസ്കാരം എന്നത്. അള്ളാഹുവിനക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു നിസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളെ, മുസ്ലിമീങ്ങളെ, ഔത്തിറു, നിങ്ങൾ വിത്ർ നിസ്കാരം നിർവഹിക്കുവീൻ. ഫഇന്നല്ലാഹ അസ്സ വജല്ല വിത്റുൻ, കാരണം വിത്ർ നിസ്കാരം ഒറ്റയായ നിസ്കാരാണല്ലോ. ഫഇന്നല്ലാഹ അസ്സ വജല്ല വിത്റുൻ, അല്ലാഹു വിത്റാണ്, അല്ലാഹു ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ര, വിത്റിനെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോ വിത്ർ നിസ്കരിക്കാനുള്ള
കൽപ്പനയുണ്ട്. അഥവാ വിത്ർ ഒഴിവാക്കരുത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. സുന്നത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളതായത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പതിവായി ചെയ്തിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രാത്രിയിലും കിടക്കുന്നതിന്റെ മുമ്പ് 11 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഈ 2 വീതമായി നിസ്കരിച്ച് 10 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ 1 റക്അത്ത് നിസ്കരിക്കും, ഒറ്റയായിക്കൊണ്ട് നിസ്കരിക്കും. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കും. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. വിത്ർ നിസ്കരിക്കാൻ അവിടുന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട്. പല സഹാബികളോടും അവിടുന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട് വിത്ർ നിസ്കരിക്കാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാത്രി കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിസ്കരിക്കും, ഞാൻ നബി തങ്ങളുടെ അടുക്കൽ കിടന്നുറങ്ങുന്നുമുണ്ടാകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ ഉദ്ദേശിക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തും. അങ്ങനെ ഞാനും വിത്ർ നിസ്കാരം നിർവഹിക്കും. അപ്പൊ വിത്ർ നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു 3 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്, എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. മരണം വരെയും ഞാനത് ഒഴിവാക്കുകയില്ല തന്നെ. ഏതാണ് ആ 3 കാര്യം? ഒന്ന്, ഓരോ മാസത്തിലും 3 നോമ്പ് നോൽക്കണം. റമദാൻ അല്ലാത്ത ഓരോ മാസത്തിലും 3 നോമ്പ് നീ നോൽക്കണം. രണ്ടാമത് ദുഹ നിസ്കരിക്കണം. മൂന്നാമത് പറഞ്ഞത് വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങണം. ഇത് ഞാൻ ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതുപോലെ മറ്റു സഹാബാക്കളിൽ ചിലരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഹദീസ് വെച്ചുകൊണ്ട് ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്ർ നിസ്കരിക്കലാണ് നല്ലതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ അഭിപ്രായം തന്നെയാണ്, അങ്ങനെ തന്നെയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത്. അതായത് ഉറങ്ങുന്നതിന്റെ മുമ്പാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിത്ർ നിസ്കരിച്ചിരുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്ർ നിസ്കരിക്കുക എന്നുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങാനാണ്. എന്നാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയ ശേഷം എഴുന്നേറ്റിട്ടാണ് വിത്ർ നിസ്കരിച്ചിരുന്നത്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കടമയാണ്, അവർ ചെയ്യൽ അവകാശപ്പെട്ടതാണ് വിത്ർ എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വിത്ർ നിസ്കരിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല, നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, കരുതിക്കൂട്ടി വിത്ർ ഒഴിവാക്കുക എന്നത് നല്ല കാര്യമല്ല. അങ്ങനെ ഒഴിവാക്കുന്നവൻ നല്ല നടപടിയല്ല ചെയ്യുന്നത്. അവന്റെ നടപടി നല്ലതല്ല, അവന്റെ സാക്ഷ്യം സ്വീകരിക്കാവതല്ല എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വലിയ ഗൗരവപ്പെട്ട സംഗതി തന്നെയാണത്, അത് ഒഴിവാക്കുക എന്നുള്ളത്. സാധ്യമായിട്ടും അതിൽ അലസത കാണിക്കുന്നത് അതൊരു ഗൗരവപ്പെട്ട പ്രശ്നം തന്നെയാണ്. രാത്രി നിസ്കാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവും രാത്രി നിസ്കരിക്കുന്നവരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നരകം അല്ലാഹു തആല കാക്കുന്നതാണ്. അള്ളാഹുമായുള്ള ബന്ധം അവർക്ക് ശക്തമാവുന്നതാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, വിത്ർ ഒഴിവാക്കരുത്. റമദാനിലും അല്ലാത്ത മാസങ്ങളിലും വിത്ർ നിസ്കരിക്കണം. റമദാനിൽ പക്ഷേ വിത്ർ ജമാഅത്ത് സുന്നത്തുണ്ട്. ഒരു 3 റക്അത്തെങ്കിലും എല്ലാ രാത്രികളിലും ഇശാ നിസ്കാരത്തിന് ശേഷം വിത്ർ നിസ്കരിക്കാൻ
പരമാവധി ശ്രമിക്കുക. അഥവാ നിസ്കരിക്കുന്നില്ലെങ്കിൽ, 3 റക്അത്ത് നിസ്കരിക്കുന്നില്ലെങ്കിൽ 1 റക്അത്തെങ്കിലും നിർബന്ധമായും അനുഷ്ഠിക്കണമെന്നുള്ള ഒരു മനക്കരുത്ത് നമുക്കുണ്ടാവണം. വിത്ർ നിസ്കാരം പതിവാക്കുക. അള്ളാഹു നമുക്കതിന് വഴി തുറന്നു തരുമാറാവട്ടെ, തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുപോലെ എല്ലാ സുന്നത്തായ കർമ്മങ്ങളും നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി, സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രംഗത്തും അള്ളാഹു നമുക്ക് ഇസ്സത്തും വിജയവും നൽകുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.